Today we will be discussing about the topic presentation of data. One of the most appealing methods of presenting data is in the form of graphs and diagrams. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതികളാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പല മെത്തേഡ്സ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ സർവേ ഒക്കെ നടത്തി, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡോ ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് കുറേ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡേറ്റയെ ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നതാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. മെയിനായിട്ട് രണ്ട് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഗ്രാഫിൻ്റെ രീതിയിലും അതുപോലെ തന്നെ ഡയഗ്രത്തിൻ്റെ രീതിയിലും. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് അതുപോലെ തന്നെ മനസ്സിന് കൺവിൻസിങ് ആയിരിക്കും, അപ്പീലിംഗ് ആയിരിക്കും. ഒരു ബാർ ഡയഗ്രാം ഒക്കെ കണ്ടാൽ നമുക്ക് അതേ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ അത് എഴുതി വെച്ചേക്കുവാണെങ്കിലോ, കുറേ ഡേറ്റാസ് എഴുതി വെച്ചേക്കുവാണെങ്കിൽ നമുക്കത് വായിക്കാൻ പോലും തോന്നത്തില്ല. ഇത് പോയിൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ലൈൻസ്, ബാർസ്, സ്ക്വയേഴ്സ്, സർക്കിൾസ്, പിക്ചേഴ്സ്, മാപ്സ്, അങ്ങനെ പല രീതിയിലും ഗ്രാഫിൻ്റെയും ഡയഗ്രത്തിൻ്റെയും രൂപത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഡേറ്റ. ആദ്യമേ ഡയഗ്രാം എന്താണെന്ന് നോക്കാം, ദെൻ അടുത്ത ക്ലാസ്സിൽ ഗ്രാഫ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡയഗ്രാം. A diagram is a visual form of presentation of statistical data. They do not add any new meaning to the statistical fact, but they exhibit the results more clearly. ഡേറ്റയിലോട്ട് അധികം ആയിട്ടൊന്നും ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നില്ല, പക്ഷേ ആ തന്നേക്കുന്ന ഡേറ്റ പെട്ടെന്ന് മനസ്സിലാകുന്ന, ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ആക്കിത്തരുന്നു. ഒരു ഓർഡിനറി മാന് പോലും പിക്ചേഴ്സിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഡയഗ്രത്തിൻ്റെ രൂപത്തിലോ ഒക്കെയാണ് ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. ഒത്തിരി വിദ്യാഭ്യാസവും വിവരവും ഒന്നും ആവശ്യമില്ല ഈ ഗ്രാഫിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൻ്റെ രൂപത്തിലൊക്കെ ഡേറ്റ പ്രസൻറ്റ് ചെയ്താൽ. ഡയഗ്രാംസ് മെയിൻലി 4 ടൈപ്പ് ഉണ്ട്. 1 dimensional diagram, 2 dimensional diagram, 3 dimensional diagrams and pictograms as well as cartograms. Okay. ആദ്യം 1D ഡയഗ്രാംസ് നോക്കാം. 1 dimensional diagrams. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബാർ ഡയഗ്രാംസ്. നമ്മൾ ബാർ ചാർട്ടുകൾ എന്നൊക്കെ പറയത്തില്ലേ, ആ ബാർ ഡയഗ്രാംസ് എല്ലാം 1 dimensional. ഇതൊരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഡയഗ്രാം ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓവർ ടൈം ഇസ് ഇൻഡിക്കേറ്റഡ്. മാഗ്നിറ്റ്യൂഡിൽ വരുന്ന സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ വർഷത്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ഡേറ്റയുടെ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ഡിഫറൻസ് എന്താണ്, ചേഞ്ച് എന്താണ്, അതിനെ ബാർ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ പ്ലോട്ട് ചെയ്യുന്നു. ബാർ എന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള വൈഡ് ലൈനാണ്. ലെങ്ത് ഓഫ് ദ ബാർ ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. അല്ലാതെ വിഡ്ത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടാവത്തില്ല. വിഡ്ത്ത് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ബാർ ഡയഗ്രാംസ്. ഒന്നാമത്തത്, വിഡ്ത്ത് ഓഫ് ദ ബാർ യൂണിഫോം ആയിരിക്കണം. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി. ഞാൻ ഫിഗർ കാണിക്കുമ്പോൾ പറഞ്ഞുതരാം വിഡ്ത്ത് ഏതാ ലെങ്ത് ഏതാന്ന്. ഓക്കെ, വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കണം. ആദ്യത്തതിന് 2 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, അടുത്ത ഒരേ ഗ്രാഫിലെ ആദ്യത്തെ ബാറിന് 2 സെൻറ്റിമീറ്റർ വിഡ്ത്തും അടുത്ത ബാറിന് 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, അങ്ങനെയൊന്നും പാടില്ല. 2 സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഗ്രാഫിലെ എല്ലാ ബാർസിനും ഒരേ വിഡ്ത്ത് വേണം. സ്പേസ് ബിറ്റ്വീൻ 1 bar ആൻഡ് അനദർ ബാർ ഷുഡ് ബി യൂണിഫോം. അതുപോലെ ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് അത് ഒരുപോലെ ആയിരിക്കണം. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഡേറ്റയുടെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് വ്യത്യാസം വരും, ഒരുപോലെ ആയിരിക്കത്തില്ല. അതുപോലെ എല്ലാ ബാർസും തുടങ്ങുന്നത് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നത് ഒരേ ലൈനിലായിരിക്കണം. പൊതുവേ നമ്മൾ എക്സ് ആക്സിസിൽ നിന്നായിരിക്കും ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാംസ് നോക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് 1 dimensional ഡയഗ്രാംസ് നോക്കാം. ആദ്യത്തത് സിമ്പിൾ ബാർ ഡയഗ്രാം, സബ്ഡിവൈഡഡ് ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം, ഡീവിയേഷൻ ബാർ ഡയഗ്രാം, ബ്രോക്കൺ ബാർസ്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രത്തിൽ വരുന്നത്.
ബാർ ഡയഗ്രാംസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് 15 മാർക്കിന് കഴിഞ്ഞ 2 വർഷവും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ടൈപ്പ്, ഇപ്പം നമ്മൾ 6 ടൈപ്സ് പറഞ്ഞില്ലേ, ഡിസ്കസ് ചെയ്തില്ല, 6 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 6 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ബാർ ഡയഗ്രാം വരയ്ക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളോട് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ ആ ടൈപ്പ് ബാർ തന്നെ വരയ്ക്കണം, വേറെ വരച്ച് വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. എന്നാൽ അത് എളുപ്പമുള്ള പോർഷനാണ്, ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കാം, സിമ്പിൾ ബാർ ഡയഗ്രാം. എ സിമ്പിൾ ബാർ ഡയഗ്രാം ഇസ് യൂസ്ഡ് ടു പ്രസൻറ്റ് ഓൺലി വൺ വേരിയബിൾ. അതായത് 2 ഡേറ്റയെ തന്നിട്ടുള്ളൂ, ഒരു ഇയർ തന്നിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ 2 കോളംസ് അല്ലെങ്കിൽ 2 റോസിൽ മാത്രം ഡേറ്റ തന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 1 വേരിയബിളിലുള്ള ഡേറ്റയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഇറ്റ് ക്യാൻ ബി സെറ്റപ്പ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. പല രീതിയിൽ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ട് ചെയ്യാം, വേർട്ടിക്കലായിട്ട് ചെയ്യാം, കമ്പോണൻ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്ന ഇല്ലുസ്ട്രേഷൻ 1 കാണിച്ചേക്കുന്നില്ലേ, അത് വേർട്ടിക്കൽ ബാർ ഡയഗ്രാം ആണ്, വേർട്ടിക്കൽ സിമ്പിൾ ബാർ ഡയഗ്രാം. ഇത് തന്നെ ഇതിപ്പോൾ 2 ആക്സിസ് കണ്ടില്ലേ, താഴത്തുള്ളത് നീളത്തിലുള്ളത് എക്സ് ആക്സിസും ഹൊറിസോണ്ടലായിട്ടുള്ള ആക്സിസ് എക്സ് ആക്സിസും വേർട്ടിക്കലായിട്ട് മുകളിലോട്ടുള്ള ആക്സിസ് വൈ ആക്സിസും. ഹൊറിസോണ്ടലും വേർട്ടിക്കലും തെറ്റിക്കരുത് കേട്ടോ. ഇതാണ് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ് വേർട്ടിക്കലായിട്ടുള്ള വൈ ആക്സിസ്. ഇതിൽ വേർട്ടിക്കൽ ആക്സിസിന് പാരലലായിട്ട് അതേസമയം എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ബാർ ഡയഗ്രമാണ് വേർട്ടിക്കൽ ബാർ ഡയഗ്രാം. നേരെ തിരിച്ച് വൈ ആക്സിസിൽ നിന്ന് ഇങ്ങനെ പോകുന്ന, അതായത് വൈ ആക്സിസിൽ നിന്നും എക്സ് ആക്സിസിന് പാരലലായിട്ട് പോകുന്ന അല്ലെങ്കിൽ വൈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ബാർ ഡയഗ്രാംസ് ആണ് ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിവിടെ കാണിച്ചിട്ടില്ല. ദെൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഡ്രോ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് ബാർസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാകും. പൊതുവെ ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യാറുള്ളൊരു ഡയഗ്രമാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, ഇത് നിങ്ങൾ നോട്ടിലോട്ട് എഴുതാൻ നേരത്തെ ഫുള്ള് ഡീറ്റെയിൽസ് എഴുതണ്ട, ടെക്സ്റ്റ് നോക്കി തിയറി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ പറയാം, പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ഇന്നത്തെ ക്ലാസ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയിൽ തീരെ ഷോർട്ടാക്കി 2-3 സെൻറ്റൻസ് എഴുതുക. ദെൻ ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് പേരുകൾ മാത്രം കാണിക്കുക. അതിൽ ഫസ്റ്റ് വൺ ബാർ ഡയഗ്രാം എന്ന് ഹെഡിങ് കൊടുക്കുക. ടൈപ്പ് വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതുക. അവിടെ ലെങ്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ, വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ 1-2 പോയിന്റുകൾ മാത്രമേ എഴുതുക. ദെൻ ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാംസ് വരാൻ നേരത്ത് 6 ടൈപ്സ് ഉണ്ടെന്ന് കാണിക്കുക. എന്നിട്ട് സിമ്പിൾ ബാർ ഡയഗ്രാം ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ സിമ്പിൾ ബാർ ഡയഗ്രാം ഷോയിങ് ദ ഫോളോയിങ് ഡേറ്റ. ഇയർ ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ആ ഡേറ്റ കാണിക്കുക. ഓക്കെ, എന്നിട്ട് സ്കെയിലും പെൻസിലും എടുത്ത് 2 ആക്സിസ് വരയ്ക്കുക. സാധാരണ നമ്മൾ ഗ്രാഫ് പേപ്പേഴ്സിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്, പക്ഷേ എക്സാമിനും നമ്മുടെ ക്ലാസ്സിലും ഒക്കെ നമ്മൾ ഗ്രാഫ് പേപ്പേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ. ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ പെൻസിലും സ്കെയിലും ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ 2 ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസും അതുപോലെ തന്നെ എക്സ് ആക്സിസും. വലിയ രീതിയിൽ വരയ്ക്കണേ, അല്ലെങ്കിൽ ഇതായിപ്പോൾ തെറ്റിപ്പോവും. ദെൻ എക്സ് ആക്സിസിലെ ഡേറ്റാസ് ഒരേ ഡിസ്റ്റൻസിൽ പ്ലോട്ട് ചെയ്യുക. ആദ്യം 2010, പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 2011, കറക്റ്റ് അതേ ഗ്യാപ്പ് തന്നെ. ഇപ്പം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് പോകണമെങ്കിൽ എല്ലാം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ജസ്റ്റ് ഓരോ കുത്തു കൊടുത്താൽ മതി. എവിടെ? എക്സ് ആക്സിസിൽ 2010ൻ്റെ അവിടെ ഒരു ചെറിയ പോയിൻ്റ് ഇടുക, അത് എഴുതുക. ദെൻ 2011ൻ്റെ അവിടെ ഒരു ചെറിയ കുത്തിടുക, അത് മാർക്ക് ചെയ്യുക. ആ രീതിയിൽ എക്സ് ആക്സിസിലെല്ലാം 2015 വരെ പ്ലോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ വൈ ആക്സിസിൽ കൊടുക്കേണ്ടത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൻ്റെ വാല്യൂസ് 30,000, 50,000 അങ്ങനെ പല റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് 10,000, 20,000 എന്ന രീതിയിൽ പോകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ 20,000, 40,000, 60,000 എന്നും പറഞ്ഞു എടുക്കാം. ഓക്കെ, നമ്മൾ എളുപ്പത്തിന് 10, 20, 30 അങ്ങനെ എടുക്കുന്നു. അപ്പോൾ അത് ഇതുപോലെ ഈക്വൽ ഇൻ്റർവെൽസിൽ 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ ഗ്യാപ്പിൽ അപ് ടു 90,000 വരെ മാർക്ക് ചെയ്യുന്നു.
90,000 വരെ കൊടുക്കാൻ കാര്യം ഇവിടെ 80,000 വരെ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒരു വാല്യൂ മുകളിൽ കൊടുത്തന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും തുടങ്ങുമ്പോൾ 0-ൽ നിന്ന് തന്നെ വേണം തുടങ്ങാൻ. ഇനി ഇത് പ്ലോട്ട് ചെയ്യുന്നത് ഇയർ നോക്കിയേ, ഡേറ്റയിൽ 2010. അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 30,000. അപ്പോൾ എക്സ് ആക്സിസിലെ ഈ പറയുന്ന 2010 നേരെ നമ്മൾ 30,000 വരെ പോവുക. എവിടെയാണ് 30,000? ഇത് ഇവിടെയല്ലേ. ആ 30,000-ൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ള രീതിയിൽ വല്ലതും ബാർ വരയ്ക്കുക. അടുത്ത ഡേറ്റ 2011. 2011 നേരെ എത്ര വേണം? 50,000 വേണം. വൈ ആക്സിസിൽ 50,000 വരുന്നത് വരെ. അപ്പോൾ അത് പ്ലോട്ട് ചെയ്തു. ഇതേ രീതിയിൽ 2015-ൻ്റെ 70,000 അതുവരെയുള്ള ഡീറ്റെയിൽസ് പ്ലോട്ട് ചെയ്ത് പോവുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ മാർക്കിങ്ങിൻ്റെ നേരെ തന്നെ വരയ്ക്കണം. അല്ലാതെ വെറുതെ വരച്ച് വെക്കരുത്. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ വരാൻ നേരത്തല്ല, ഇൻറ്റേർണൽ എക്സാമിന് വരുമ്പോൾ പേന കൊണ്ടൊരിക്കലും ഗ്രാഫ് വരയ്ക്കരുത്. പെൻസിൽ കൊണ്ട് തന്നെ വേണം വരയ്ക്കാൻ. അപ്പോൾ പെൻസിൽ, സ്കെയില്, റബ്ബറൊക്കെ എപ്പോഴും കയ്യിൽ കരുതിക്കൊള്ളുക എക്സാമിന് പോകുമ്പോഴും എക്സാം എഴുതുമ്പോഴൊക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇതിന് വിളിക്കുന്ന വേറൊരു പേരാണ് കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾ പോപ്പുലേഷൻ്റെ കുറച്ച് പാർട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഓരോ കമ്പോണൻറ്റും ബാറിന് പ്രൊപ്പോർഷണലായിട്ട് ഓരോ പാർട്ടുകളായിട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് നോക്കാൻ നേരത്തെ മനസ്സിലാവും. അതുപോലെ ഓരോ പാർട്ടിനെയും ഓരോ കളർ കൊണ്ടൊക്കെ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ടിലോട്ട് എഴുതണം. ഡ്രോ എ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡേറ്റ. എന്നിട്ട് ഡീറ്റെയിൽസ് തന്നേക്കുന്നത് വർഷമുണ്ട്, 2013, 14, 15. പിന്നെ 2 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇൻകം ആണ് തന്നേക്കുന്നത്. പക്ഷേ ഇൻകം തന്നെ ഇൻകം ഫ്രം ഡയറക്റ്റ് ടാക്സും ഇൻകം ഫ്രം ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ ഒരേ രീതിയിലുള്ള 2 ഡേറ്റയും വർഷങ്ങളുടെ നേരെ ആ സെപ്പറേറ്റ് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് വർഷം നേരത്തെ പോലെ തന്നെ എക്സ് ആക്സിസിൽ ഇയർ കാണിക്കുക, 2013, 2014, 2015. ദെൻ വൈ ആക്സിസിൽ ഡേറ്റ എന്തൊക്കെയാണ്? 3, 4, 4, 5, 6, 5 ഇങ്ങനെയാണ് ഡേറ്റ. അപ്പോൾ 1, 2, 3, 4, 5, 6 ആ രീതിയിൽ വല്ലതും കൊടുക്കുക. ഇനി 2013 നോക്കണം. നമുക്ക് ടോട്ടൽ ഇൻകത്തിൻ്റെയാണ് ബാർ ഡയഗ്രാം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ ഇയർ എന്നും മറ്റേ സൈഡിൽ വൈ ആക്സിസിൽ ഇൻകം ഒന്നും ഇത് കാണിക്കാൻ മറക്കരുത് കേട്ടോ. ആക്സിസിൻ്റെ നേരെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കണം. ഇവിടെ ഇയറാണ്, ഇപ്പുറത്ത് ഇൻകമാണ്, അത് കാണിക്കാൻ മറക്കരുത്. ഇനി 2013 നേരെ ഇൻകം ഫ്രം ഡയറക്റ്റ് ടാക്സ് 3, ഇൻകം ഫ്രം ഇൻഡയറക്റ്റ് ടാക്സ് 4 അല്ലേ. ഇതൊക്കെ $1 million ആണ് കേട്ടോ, ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ടൈപ്പിലുള്ള ബാർസ് വരയ്ക്കണം. അതുകൊണ്ട് തന്നെ ഒരേപോലെ വരയ്ക്കരുത്. 2 ബാർസിന് ഒന്നെങ്കിൽ 2 കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഷെയ്ഡ് കൊടുക്കുക, ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് ഇടുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ വരയോ കുറിയോ കുത്തോ എന്തെങ്കിലും ബാറിന് കൊടുക്കണം. അപ്പോൾ അതെന്താണ് കൊടുക്കുന്നതെന്ന് ഇതുപോലെ വലതുവശത്ത് കാണിച്ചേക്കുന്നുണ്ടോ, ഇതുപോലെ കാണിക്കണം. ഇവിടെ ചെയ്തേക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സിന് ഹൊറിസോണ്ടലായിട്ട് കുറച്ചിങ്ങനെ വരകൾ കൊടുത്തേക്കുന്നു. അതേസമയം ഇതിന് ഡയറക്റ്റ് ടാക്സിന് ബ്ലാങ്കാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. നമുക്കതുപോലെ പോവാം. അപ്പോൾ 2013 ആദ്യത്തത് എന്തുവാ? ഇൻകം ഫ്രം ഡയറക്റ്റ് ടാക്സ്. എത്രയാണത് 2013? 3 അല്ലേ. അപ്പോൾ ആ 3ൻ്റെ നേരെ ഇവിടെ 3ൻ്റെ നേരെ ബാർ വരച്ചു. ഇനി അതേ വർഷം തന്നെ ഇനിയും ഇൻകം കിട്ടിയിട്ടുണ്ട്, ടാക്സ് കിട്ടിയിട്ടുണ്ട്. ഏത് വകുപ്പിൽ നിന്ന്? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ട്. അതെത്രയാ? 4. അപ്പോൾ ഈ ഇപ്പോൾ വരച്ച 3 എന്ന് പറയുന്ന ഈ ബാറില്ലേ 2013 നേരെ, ഈ ബാറിൻ്റെ കൂട്ടത്തിൽ മുകളിലോട്ട് ഒരു 4 കൂടെ വരയ്ക്കണം. അതായത് 3 + 4. ഈ 3 + 4 എത്ര വരും? 7 വരും. അപ്പം ആ 3ൻ്റെ മുകളിലോട്ട് അടുത്ത ഷെയ്ഡിങ്ങിൽ ഒരു 4 കൂടെ, അതായത് 7ൻ്റെ നേരെ വരയ്ക്കണം. കിട്ടിയോ?
സപ്പോസ് ഒരു ഡേറ്റ കൂടെ ഉണ്ടായിരുന്നു, ഇൻകം ഫ്രം വേറെ എന്തെങ്കിലും ടാക്സ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അതൊരു 5 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വന്നേനെ, ഈ 7ൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു 5 കൂട്ടേണ്ടി വന്നേനെ. അതായത് 12ൻ്റെ നേരെ വരെ പുതിയൊരു ബാർ വന്നേനെ. ഇവിടെ ഇല്ല, പക്ഷെ അങ്ങനെ വന്നേനെ. ഇനി 2014 നോക്കിയേ. 2014 ഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള ഇൻകം 4 ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള ഇൻകം 5. അപ്പോൾ ആദ്യം 4 പ്ലോട്ട് ചെയ്യണം ഇവിടെ. 4, ആ 4ൻ്റെ മുകളിലോട്ട് ഒരു 5 കൂടെ കൂട്ടണം. അതായത് 4 + 5 9ൻ്റെ നേരെ വരെ ആ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി 2015 നോക്കിയേ. ആദ്യം 6, അതായത് ഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള ഇൻകം 6 നമ്മൾ പ്ലോട്ട് ചെയ്തു 6ന് നേരെ. അതിൻ്റെ മുകളിലോട്ട് എത്ര വരണം? 5 വരണം. അപ്പോൾ 6ഉം 5ഉം 11. 11 വരെ ആ ഗ്രാഫ് പോകും. ഇതാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഒരു ബാറിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ, പല പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ശരിക്കും ഈ ഓരോ ബാറും കാണിക്കുന്ന ഇൻകമാണ്, പക്ഷെ പല രീതിയിൽ നിന്നുള്ള ഇൻകം. അതാണ് സബ് ഡിവൈഡ് ചെയ്ത് പാർട്ടുകളായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നത് ഈ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്രയും വരച്ചാൽ 15 മാർക്ക് കിട്ടുമായിരുന്നു. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. ജസ്റ്റ് ഇത്രയും ചെയ്തിരുന്നെങ്കിൽ 15 മാർക്ക് കിട്ടിയേനെ. പിന്നെ ചില വട്ടം വരുന്നത് 10 മാർക്കിന് ബാർ ഡയഗ്രാം വരയ്ക്കാനും 5 മാർക്കിന് ബാർ ഡയഗ്രത്തിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു തിയറിയും വരും കേട്ടോ. ഇനി മൂന്നാമത്തേത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് മോർ ദാൻ വൺ ഫിനോമിനൻ. ഒരു ഫിനോമിനന് കൂടുതൽ മാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ്. ഒരേ വർഷം തന്നെ പല പല ഡേറ്റാസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 വാല്യൂസ്. 2 വാല്യൂസ് തമ്മിലുള്ള കമ്പാരിസണൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പല ബാർസിനും പല പല കളേഴ്സ് അല്ലെ പല ഷെയ്ഡ്സ് നമ്മൾ കൊടുക്കും പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലാകും. ക്വസ്റ്റ്യൻ എഴുതണം നോട്ടിൽ. ഡ്രോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റ്സ് തന്നിട്ടുണ്ട്, ഡൽഹി, കേരള. അപ്പോൾ 2 ഡേറ്റ വന്നു. വർഷം, കുറേ ഇയേഴ്സ് തന്നിട്ടുണ്ട്. ഇയേഴ്സിൽ നമ്പർ ഓഫ് ലൈബ്രറീസ് എത്രയായിരുന്നെന്ന്. അങ്ങനെ ഒരു ഡേറ്റയാണ് തന്നേക്കുന്നത്. നമുക്കൊന്ന് വരച്ച് നോക്കാം, ചെയ്യേണ്ട രീതി നോക്കാം. ഇതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇവിടെ ഓരോ വർഷം നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കുന്നു, ഇയേഴ്സ് എക്സ് ആക്സിസിൽ കാണിക്കുന്നു, നമ്പർ ഓഫ് ലൈബ്രറി വൈ ആക്സിസിൽ കാണിക്കുന്നു. ഡേറ്റ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ 0, 10, 20, 30 എന്ന രീതിയിൽ 200 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വർഷം ഏതാ? 1970. 1970ക്ക് ഡൽഹിയുടെ ഡീറ്റെയിൽസും വേണം, കേരളയുടെ ഡീറ്റെയിൽസും വേണം. നമ്മൾ ഏത് സംസ്ഥാനത്തിന് ഏത് ബാറാണ് കൊടുക്കുന്നതെന്ന് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ ചെയ്തത് ഷെയ്ഡ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ വലതുവശത്ത് മുകളിൽ. കേരളയ്ക്ക് ഷെയ്ഡ് ചെയ്തതും അതുപോലെ ഡൽഹിക്ക് ഷെയ്ഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് ആദ്യത്തെ വർഷം 1970. 1970ൽ നമ്മൾ കൊടുക്കുന്നത് ഡൽഹിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഡൽഹിയുടെ വാല്യൂ 30, ദെൻ കേരളയുടെ വാല്യൂ 40. അപ്പോൾ ആദ്യം ഡൽഹിയുടെ വാല്യൂ 30 നേരെ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേരളയുടെ വാല്യൂ എത്രയാ? കേരളയുടെ വാല്യൂ 40. അതിന് തൊട്ടടുത്ത ബാറായിട്ട് ആ 40 കൂടെ കാണിക്കുന്നു. കിട്ടിയോ? അടുപ്പിച്ചായിരിക്കും ആ ബാർസ് കൊടുക്കുന്നത്, അത് തമ്മിൽ ഗ്യാപ്പ് കൊടുക്കത്തില്ല. അതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. സപ്പോസ് ഡൽഹി, കേരള, ഇനി തമിഴ്നാട് കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ തമിഴ്നാടിൻ്റെ ഒരു ബാർ കൂടെ വന്നേനെ കേട്ടോ. ഇനി അടുത്ത വർഷം 1980 നോക്കിക്കേ. 1980 ഡൽഹിക്ക് 60. അപ്പോൾ 60യുടെ നേരെ നമ്മൾ ബാർ വരച്ചു, വൈറ്റ് കളറിലെ ബാർ വരച്ചു. ദെൻ കേരളയുടെ എത്രയാ? 50. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 50 കൂടെ മാർക്ക് ചെയ്തു. അടുപ്പിച്ചായിരിക്കും അത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത വർഷം ഇതുപോലെ ഓരോ ഇയേഴ്സിലെ കാണിക്കുക. ഇപ്പം 3 സംസ്ഥാനങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് 3 ബാർസ് അടുപ്പിച്ച്, പിന്നെ ഗ്യാപ്പ്, പിന്നെ 3 ബാർ, അങ്ങനെ വന്നേനെ. ഇത് ചിലപ്പോൾ 4 ബാറൊക്കെ വരും. 4 ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ 4 ബാർ അടുപ്പിച്ച്, ഗ്യാപ്പ്, പിന്നെ 4 ബാർ ഗ്യാപ്പ്, ആ രീതിയിൽ പോകണമായിരുന്നു. ഇതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് percentage bar diagram. നോക്കാം. It is useful when relative changes are required to be
പ്രസൻറ്റഡ്. നമുക്ക് എന്തെങ്കിലും ഡേറ്റയുടെ റിലേറ്റഡ് ചേഞ്ചസ് ആണ് കാണിക്കേണ്ടതെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഇവിടെ പെർസെൻറ്റേജ് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന രീതിയിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ബാർസിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ ക്യുമുലേറ്റ് ചെയ്താൽ മതി, ക്യുമുലേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പെർസെൻറ്റേജ് ബാർ ഡയഗ്രത്തിന് എപ്പോഴും ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഒരുപോലെ ആയിരിക്കും. 5 ബാർ വന്നാൽ 5 ബാറിനും ഒരേ ഹൈറ്റ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പല പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നത് കേട്ടോ. ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക. പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്, പ്രോഫിറ്റ്. അത് തന്നെ 2 ഫേംസ്, 2 കമ്പനിയുടെയാണ്. എ എന്ന് പറയുന്ന കമ്പനിയുടെയും ബി എന്ന് പറയുന്ന കമ്പനിയുടെയും. അങ്ങനെ ഡീറ്റെയിൽസ് തന്നു. നമുക്ക് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ ഇതിനെ എന്തിലോട്ട് മാറ്റണം? പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. പേഴ്സൻറ്റേജിലോട്ട് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഒരു കോളം വരയ്ക്കുന്നു, ഐറ്റംസ് കാണിച്ചു. ദെൻ എക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളവും ബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളവും. എയുടെ തന്നെ തന്നേക്കുന്ന വാല്യൂ അബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് എടുത്തു. ദെൻ അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി പേഴ്സൻറ്റേജ് കാണാൻ വേണ്ടി ചെയ്യേണ്ടത് എയുടെ ടോട്ടൽ ആദ്യം കാണുക. എയുടെ ടോട്ടൽ എത്രയാണ്? 50,000 + 20,000 + 20,000 + 10,000. ദാറ്റ് മീൻസ് 1 lakh അല്ലേ? അപ്പോൾ എയുടെ റോ മെറ്റീരിയലിൻ്റെ പേഴ്സൻറ്റേജ് കാണണമെങ്കിൽ അവിടുത്തെ വാല്യൂ ഈ പറയുന്ന 50,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ, അതായത് 50,000 ഡിവൈഡഡ് ബൈ 1 lakh. പിന്നെ പേഴ്സൻറ്റേജിലാക്കണേ എന്ത് ചെയ്യണം? ഇൻറ്റു 100. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 100. അത് വെട്ടിപ്പോയി ചെയ്ത് വരുമ്പോൾ 50% എന്ന് കിട്ടും. അതാണ് പേഴ്സൻറ്റേജിൻ്റെ നേരെ 50 എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി എയുടെ തന്നെ അടുത്ത വാല്യൂ നോക്കുക. ലേബറിൻ്റെ വാല്യൂ എത്രയാണ്? 20,000. അപ്പോൾ പേഴ്സൻറ്റേജ് കാണണം എന്ത് ചെയ്യണം? 20,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അപ്പോൾ 20%. അതുപോലെ ബാക്കി 2 ഡേറ്റയും കണ്ടുപിടിച്ചു. 20% എന്നും 10% എന്നും കിട്ടി. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? ബിയുടെ പേഴ്സൻറ്റേജ് കാണുക. ബിയുടേത് കാണാൻ ചെയ്യേണ്ടത് ബിയുടെ ടോട്ടൽ കാണണം. ബിയുടെ ടോട്ടൽ എങ്ങനെ കാണാം? 80,000 + 90,000 + 50,000 + 30,000. അങ്ങനെ ചെയ്യുക. അന്നേരം ടോട്ടൽ എത്ര വരും? 10, 14, 22, 25, 2.5 ലക്ഷം എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് കാണണമെങ്കിൽ 80,000 നേരെ ആകുമ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 2.5 lakh, 2.5 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ 32% എന്ന് കിട്ടും. അതുപോലെ ഓരോന്നോരോന്ന് കാണുക. 90,000 കാണാൻ 90,000 ബൈ 2,50,000 ഇൻറ്റു 100. അപ്പോൾ 36 കിട്ടി. ദെൻ അടുത്തത് 50,000 ഡിവൈഡ് ബൈ 2,50,000 ഇൻറ്റു 100. അപ്പോൾ അവിടെ 20 കിട്ടി. ദെൻ 30,000 അതുപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ 12% എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന പേഴ്സൻറ്റേജിനെ എന്ത് ചെയ്യണം? ഫിഗറിലോട്ട് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ്, ഓവർഹെഡ്, ലേബർ, റോ മെറ്റീരിയൽ 4 ഡേറ്റയാണുള്ളത്. 4നും 4 ഷെയ്ഡ് കൊടുക്കുക. ഇപ്പോൾ പ്രോഫിറ്റിന് വേണമെങ്കിൽ കുത്ത് ഉള്ള ഷെയ്ഡ് കൊടുക്കാം. ഓവർഹെഡിന് അകത്ത് വട്ടം കൊടുക്കാം. ദെൻ ലേബർ ബ്ലാങ്ക് കൊടുക്കാം. റോ മെറ്റീരിയൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് കാണിക്കാം. ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് ഇവിടെ വർഷമല്ലല്ലോ, എയും ബിയും 2 കമ്പനിയാണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള എന്താണോ അതാണ് എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുക. സ്റ്റേബിൾ ആയിട്ടുള്ള വാല്യൂ. എയും ബിയും എന്ന കമ്പനിയുടെ സംഭവം മാറുന്നില്ല. അപ്പോൾ എ ബി അത് എക്സ് ആക്സിസിൽ കാണിക്കുന്നു. 100 നമ്മൾ പേഴ്സൻറ്റേജിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ പേഴ്സൻറ്റേജുകൾ കൊടുക്കുന്നു. 10 തൊട്ട് 100% വരെ. 2 കമ്പനിയുടെയും ടോട്ടൽ എത്ര തന്നെ ആയിരിക്കണം? 100% ആയിരിക്കണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് 100%ൻ്റെ അവിടം വരെ വരുന്ന രീതിയിൽ ഒരേപോലത്തെ 2 ബാറുകൾ അങ്ങ് വരച്ചു വയ്ക്കുക. എ എന്ന കമ്പനിക്ക് ഒരു ബാറ്, ബിക്ക് ഒരു ബാറ്. രണ്ടും എത്രയിന് നേരെ വരണം? 100%ന് നേരെ വന്ന് നിൽക്കണം. ഇനി ചെയ്യുന്നത് ആദ്യം
റോ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്. റോ മെറ്റീരിയൽസിൻ്റെ വാല്യൂ എത്രയായിട്ട് ചെയ്ത് 50% എ എന്ന് പറയുന്ന കമ്പനിക്ക്. അപ്പോൾ എ എന്ന കമ്പനിയിൽ 50% നേരെ വരെ വരുന്ന രീതിയിൽ ഒരു ബാറ് ഇവിടെ ഒരു മാർക്ക് വരച്ചു. ദെൻ അതിൻ്റെ മുകളിലോട്ട് എത്ര പോകണം അടുത്തതിന്? അടുത്തതാരാ? ലേബറിൻ്റെ പെർസെൻറ്റേജ് എത്രയാ? 20. അപ്പോൾ 50ൻ്റെ മുകളിലോട്ട് 20 വരണം. 50ൻ്റെ മുകളിൽ 20 വരുമ്പോൾ എവിടം വരെ പോകും? 50 + 20 70% വരെ പോകും ലേബർ. ഇനി അതിൻ്റെ മുകളിലോട്ട് ഓവർ ഹെഡ്സ് വരണം. ഓവർ ഹെഡ്സ് എത്രയായിരുന്നു എ എന്ന് പറയുന്ന കമ്പനിക്ക്? 20 ആണ്. അപ്പോൾ 70ൻ്റെ മുകളിൽ വീണ്ടും ഒരു 20 ആഡ് ചെയ്യുന്നു. 20 ആഡ് ചെയ്യുമ്പോൾ എവിടം വരെ വരും? 90 വരെ വരും അല്ലേ? സോറി, സ്ലൈഡ് മാറിപ്പോയി. 90 വരെ, 70 + 20 90 വരെ വരും. ദെൻ ലാസ്റ്റ് വൺ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ്? എക്ക് 10%. അപ്പം 90യുടെ മുകളിൽ 10 വരണം. അപ്പോൾ കറക്റ്റ് 100ൽ വന്ന് നിൽക്കും. എന്നിട്ട് അതാത് സംഭവങ്ങളുടെ ഷെയ്ഡിങ്സും കൊടുത്തേക്കുക. അങ്ങനെ എ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഫിറ്റ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇതേ രീതിയിൽ ബിയുടെ പ്ലോട്ട് ചെയ്യുക. ആദ്യം 32ൻ്റെ മുകളിലോട്ടൊരു 36. അപ്പോൾ അതെവിടെ വന്ന് നിൽക്കും? 68ൽ നിൽക്കും. 68ൻ്റെ മുകളിലോട്ടൊരു 20, അപ്പോൾ 88ൽ നിൽക്കും. ഞാൻ 88ൻ്റെ മുകളിലോട്ടൊരു 12 പ്രോഫിറ്റ് വരും. അപ്പോൾ 88ൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ അത് എവിടെ വരും? കറക്റ്റ് 100ൻ്റെ അവിടെ വരും. അങ്ങനെ ബിയും പ്ലോട്ട് ചെയ്യുന്നു. ഇതാണ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എപ്പോഴും ഓർക്കേണ്ടത് എന്താ? അപ്പോൾ ആദ്യം തന്നേക്കുന്ന ഡേറ്റേനെയൊക്കെ പെർസെൻറ്റേജിൽ ടോട്ടൽ 100% എന്നൊരു അസംഷനിൽ എടുത്തിട്ട് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എപ്പോഴും 100% വരെയുള്ള ബാറുകൾ വരയ്ക്കുക. എന്നിട്ട് പെർസെൻറ്റേജിലുള്ള വാല്യൂസ് അതാത് ഫേംസിൻ്റെ കമ്പനീസിൻ്റെ നേരെ പ്ലോട്ട് ചെയ്യുക. അടുത്തത് ഡീവിയേഷൻ ബാർ ഡയഗ്രാം. ഡീവിയേഷൻ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് നെറ്റ് ഡീവിയേഷൻസ് ഇൻ ഡിഫറെൻറ്റ് വാല്യൂസ്. എന്തെങ്കിലും ഒരു വാല്യൂവിൽ വരുന്ന ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില അത് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, ഇങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, സർപ്ലസ് ഡെഫിസിറ്റ്, അതുപോലെയുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡീവിയേഷൻ ബാർ ഡയഗ്രാം. പോസിറ്റീവും കാണും നെഗറ്റീവും കാണും, ആ രീതിയിൽ. പോസിറ്റീവ് വാല്യൂസ് എപ്പോഴും എക്സ് ആക്സിസിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ ബേസ് ലൈൻ്റെ മുകളിലോട്ട് കാണിക്കും. നെഗറ്റീവ് വാല്യൂസ് ബേസ് ലൈൻ്റെ താഴോട്ട് കാണിക്കും. അപ്പോൾ ഈ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാകും. നെഗറ്റീവ് വാല്യൂവും പോസിറ്റീവ് വാല്യൂവും നമ്മുടെ ഡേറ്റയിൽ ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഡയഗ്രാമാണ് ഡീവിയേഷൻ ബാർ ഡയഗ്രാം. ഇവിടെ നോക്കിയേ എന്താ തന്നേക്കുന്നതെന്ന് നോക്കുക. ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് തന്നെ സർപ്ലസും ഡെഫിസിറ്റും എന്ന രീതിയിൽ. 2006 എന്താ സംഭവിച്ചത്? ഇമ്പോർട്ട് എക്സ്പോർട്ട് അവർ കാണിച്ചു. ചില കേസിൽ ഇത്രയും വരെ തരത്തുള്ളൂ കേട്ടോ. ഇമ്പോർട്ടും എക്സ്പോർട്ടേ തരത്തുള്ളൂ. സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ നമ്മൾ തന്നെ കാണേണ്ടി വരും. സർപ്ലസ് ആണോ എന്നറിയുന്നത് എങ്ങനെയാ? ഇമ്പോർട്ട് 15, എക്സ്പോർട്ട് 35. അപ്പോൾ എക്സ്ട്രാ ഉണ്ടല്ലോ, 35 - 15 എത്ര വരും? 20. അത് അധികമാണ്, സർപ്ലസ് ആണ്, ഡെഫിസിറ്റ് ഇല്ല. അതുപോലെ അടുത്തതിൽ 100 - 85 15 സർപ്ലസ് ആണ്, ഡെഫിസിറ്റ് ഇല്ല. അടുത്ത കേസിൽ നോക്കിയേ, ഇമ്പോർട്ട് ചെയ്തത് 90 പക്ഷേ എക്സ്പോർട്ട് ചെയ്തതോ 70 ഉള്ളൂ. അപ്പോൾ 70 - 90 -20 വരും. -20 എന്ന് വെച്ചാൽ അത് ഡെഫിസിറ്റാണ്. ആ രീതിയിൽ കാണാം. ഒന്നെങ്കിൽ ഡേറ്റ ഇതുപോലെ ഫുള്ളായിട്ട് തരും, അതല്ലെങ്കിൽ എക്സ്പോർട്ട് വരെ തരത്തുള്ളൂ. സർപ്ലസും ഡെഫിസിറ്റും നിങ്ങൾ ജസ്റ്റ് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഡേറ്റാസ് നോക്കിയിട്ട് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡീവിയേഷൻ ബാർ ഡയഗ്രത്തിന് വൈ ആക്സിസിൽ, എക്സ് ആക്സിസ് സെയിം തന്നെ, പോസിറ്റീവ് എക്സ് ആക്സിസ് മാത്രം മതി. വർഷങ്ങൾ കാണിക്കുന്നു 2006, 7, 8, 9, 10 അങ്ങനെ. വൈ ആക്സിസിൽ പോസിറ്റീവ് വാല്യൂസ് എക്സ് ആക്സിസിൻ്റെ മുകളിലും നെഗറ്റീവ് വാല്യൂസ് എക്സ് ആക്സിസിൻ്റെ താഴെയുമായിട്ട് കാണിക്കുക. ഓക്കെ. സർപ്ലസിന് ഒരു ഷെയ്ഡ് കൊടുക്കുക, ഡെഫിസിറ്റിന് വേറൊരു ഷെയ്ഡ് കൊടുക്കുക. സർപ്ലസ് എപ്പോഴും എക്സ് ആക്സിസിൻ്റെ മുകളിൽ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, ഡെഫിസിറ്റ് എപ്പോഴും താഴോട്ടായിരിക്കും കാണിക്കുന്നത്. നമുക്ക് 2006 നോക്കാം. 2006 സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ?
20 സർപ്ലസ് ആണ്. അപ്പോൾ 2006 എക്സ് ആക്സിസിൻ്റെ മുകളിലോട്ട് എത്ര വരെ പോകണം? 20 വരെ ഇതുപോലെ മാർക്ക് ചെയ്യുക. കണ്ടോ? ദെൻ 2007 15 സർപ്ലസ് എന്ന് വെച്ചാൽ മുകളിലോട്ട് എവിടം വരാം? 10ഉം ഒരു 5ഉം കൂടെ 20ൻ്റെ ഇടയിൽ 15 വരെ 2007 കാണിച്ചു. 2008 -20. അപ്പോൾ എന്ത് പറ്റും? താഴോട്ട് നെഗറ്റീവ് ആക്സിസിലോട്ടാണ് 20 കാണിക്കേണ്ടത്. 2009 -15. അപ്പോൾ താഴോട്ടുള്ള ആക്സിസിൽ നെഗറ്റീവ് ആക്സിസിൽ 15 വരെ മാർക്ക് ചെയ്യുന്നു. 2010 -30. അപ്പോൾ താഴോട്ട് നെഗറ്റീവ് ആക്സിസിൽ 30 2010 നേരെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് ഡീവിയേഷൻ ബാർ ഡയഗ്രാം. ഇത് ബുക്കിലോട്ട് വരയ്ക്കുക. ദെൻ ബ്രോക്കൺ ബാർസ് കൂടെയുള്ളൂ ഈ ഒരു ടൈപ്പിൽ വരുന്നത്. ഇത് ഏത് ടൈപ്പാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? 1 ഡയമെൻഷണൽ ബാർ ഡയഗ്രാംസ് അല്ലെങ്കിൽ സിമ്പിൾ ബാർ ഡയഗ്രാംസ് ആയിരുന്നു. അതിൽ വരുന്ന 6 ടൈപ്പാട്ടോ. അതിൽ ലാസ്റ്റ് ടൈപ്പാണ് ബ്രോക്കൺ ബാർസ്. In certain cases, there may be a wide variation in the values and therefore some values may be very large while others may be very small. ഇവിടെ പറയുന്നത് ചില കേസിൽ നമ്മൾ വാല്യൂസ് നോക്കുമ്പോൾ വേരിയേഷൻസ് ഒത്തിരി കൂടാം അല്ലെങ്കിൽ വേരിയേഷൻസ് ഒത്തിരി കുറയാം. അങ്ങനെ പല രീതിയിൽ വരും. അപ്പം നമുക്കൊരു കറക്റ്റ് ഷേപ്പിൽ വരയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വലിയ ഡേറ്റയൊക്കെ വരാൻ നേരത്ത് ബാറിനെ ജസ്റ്റ് ബ്രോക്കൺ ചെയ്ത് കാണിക്കുക എന്ന് വെച്ചാൽ വലിയ നീളമുള്ള ബാർ ഇപ്പോൾ 1000 വരെയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുക്കിൽ വരച്ച് അവിടം വരെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊരു ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് വരച്ചാൽ മതി. നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ ഡയഗ്രാം ടു ഇൻഡിക്കേറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് എൻ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ. കാറ്റഗറീസ് 3 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് നോക്കുക. 500, 100, 70, 30. 30, 70, 100 അതൊക്കെ ഏകദേശം ഒരേ റേഞ്ചിലാണ്. പിന്നെ 500 എന്ന് പറയുമ്പോഴോ ഒത്തിരി മുകളിൽ പോകണം. അത് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വലിയ ഡേറ്റയാണ് 500 അല്ലേ? അത് ഒരെണ്ണത്തിനെ അങ്ങനെ വലുതുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രോക്കൺ ബാർസ്. ഇവിടെ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാറ്റഗറീസ് എക്സ് ആക്സിസിൽ കാണിച്ചു. എന്തൊക്കെയാണ്? ലാൻഡ്ലെസ് ലേബർ, സ്മോൾ ഫാമേഴ്സ്, മാർജിനൽ ഫാമേഴ്സ്, ബിഗ് ഫാമേഴ്സ് അത്രയും കാണിച്ചു. വൈ ആക്സിസിൽ നമ്പർ ഓഫ് പേഴ്സൺസും കൊടുത്തു. അപ്പോൾ ആദ്യം ലാൻഡ്ലെസ് ലേബർ എത്ര പേര്? 500 പേര്. അപ്പോൾ 20, 40, 60, 80, 100 20 ഗ്യാപ്പിൽ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ 100 കഴിഞ്ഞ് അടുത്ത് എന്തായിരിക്കും? 120, 140, 160, 180 അങ്ങനെ 500 വരെ പോകണമെങ്കിൽ നമ്മുടെ ആ ഒരു ബുക്കിലെ പേര് തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തത് 100 കഴിഞ്ഞ് നേരെ ഒന്നും മാർക്ക് ചെയ്തില്ല, 100 വരെ ചെയ്തുള്ളൂ, പിന്നെ അങ്ങ് വിട്ടേച്ചു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 100 വരെ ആ ബാർ അതുപോലെ വരയ്ക്കുക. പിന്നെ അതിനെ പുതിയൊരു ബാറായിട്ട് തൊട്ട് മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എവിടം വരെ? അപ്പോൾ 1000 വരെ പറഞ്ഞെങ്കിൽ ജസ്റ്റ് കുറച്ചുകൂടെ നീളം കാണിച്ചിട്ട് വെറുതെ 1000 എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ 500 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ചെറിയൊരു ബാർ കൂടെ മുകളിൽ വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ വാല്യൂ എഴുതും. അപ്പോൾ ഇവിടെ വാല്യൂ 500 ആണ്, അതുകൊണ്ട് 500 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ആ ഒരു ബാറിന് ഒരു ബ്രേക്ക് വന്നില്ല ഇടയ്ക്ക്, അതുകൊണ്ടാണ് ഇതിനെ ബ്രോക്കൺ ബാർ എന്ന് പറയുന്നത്. അടുത്ത ഡേറ്റ ഏതാ? സ്മോൾ ഫാമേഴ്സ് 100. അത് നമുക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റും നേരത്തെ ചെയ്ത രീതിയിൽ. ദെൻ മാർജിനൽ ഫാമേഴ്സ് 70, ബിഗ് ഫാമേഴ്സ് 30. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ പ്ലോട്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരെണ്ണം മാത്രം ഈ രീതിയിലായിപ്പോയി, ബ്രോക്കൺ ബാർ ആയിപ്പോയി. കാരണം ഡേറ്റ ഒരെണ്ണം ടു ബിഗ് ആണ്, അല്ലെങ്കിൽ ടു സ്മോൾ വരുമ്പോഴും ഇതുപോലെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതോടെ 1 ഡയമെൻഷണൽ ഡയഗ്രാംസ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിൾ അല്ല ബാർ ഡയഗ്രാംസ് കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത ടൈപ്പ് ഏതായിരുന്നു? 2 ഡയമെൻഷണൽ ബാർ ഡയഗ്രാംസ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഡയഗ്രാംസ്. ഇവിടെ ബാർസിൻ്റെ ലെങ്തും അതുപോലെ തന്നെ വിഡ്ത്തും കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ തന്നേക്കുന്ന ബാറിൻ്റെ ഏരിയ ആയിരിക്കും ടോട്ടൽ ഗിവൺ ഡേറ്റേനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരുണ്ട്, ഏരിയ ഡയഗ്രാം അല്ലെങ്കിൽ സർഫസ് ഡയഗ്രാം. തിയറി നോക്കി വെച്ചാൽ മതി, പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനില്ല. പിന്നെ പറഞ്ഞ 3 ഡയമെൻഷണൽ ഡയഗ്രാം. 3 ഡയമെൻഷനിൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 3ഉം കൺസിഡർ ചെയ്യും. അതായത് വോളിയം ഡയഗ്രാംസ്, വോളിയം ആയിരിക്കും നോക്കുന്നത്, അതുകൊണ്ട് വോളിയം ഡയഗ്രാംസ് എന്ന് ഇതിനെ വിളിക്കും. ക്യൂബ്, സിലിണ്ടേഴ്സ്, ബ്ലോക്സ് ആ രൂപത്തിലൊക്കെ ആയിരിക്കും ഈ ഡേറ്റാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഓക്കെ. ദെൻ നാലാമത്തെ ടൈപ്പ് പിക്ടോഗ്രാം. പിക്ടോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിവൈസാണ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇൻ എ പിക്ചർ. ഒരു പിക്ചറിൻ്റെ രൂപത്തിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പിക്ടോഗ്രാം. നമുക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫിഗർ കാണുമ്പോൾ തന്നെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവും പിക്ചർ കാണുമ്പോൾ. ഓക്കെ, നമുക്കത് യൂസ് ചെയ്യാനില്ല. പൊതുവെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ പിക്ടോഗ്രാംസ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. then അടുത്ത കേസ് കാർട്ടോഗ്രാംസ്. കാർട്ടോഗ്രാംസ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ബേസിലുള്ള ഡേറ്റ പ്ലോട്ട് ചെയ്യാൻ, അതായത് മാപ്പൊക്കെ ഇല്ലേ അതുപോലെ അറ്റ്ലസ്, റിവേഴ്സ്, ആ രീതിയിലൊക്കെയുള്ള ഡേറ്റ പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കാർട്ടോഗ്രാംസ്. ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മാപ്പ് എന്നും പറയാറുണ്ട്. മാപ്പിൽ ഓരോ ക്വാണ്ടിറ്റീനെ ഓരോ രീതിയിലായിരിക്കും കാണിക്കുക, ഷെയ്ഡായിട്ടോ ഡോട്ടായിട്ടോ കളേഴ്സിൻ്റെ രൂപത്തിലോ ഒക്കെ. ഇപ്പോൾ പൊതുവേ ബ്ലൂ ഷെയ്ഡ് കണ്ടാൽ നമുക്കത് മനസ്സിലാകില്ല, അതെന്തോ ഒരു വാട്ടർ ബോഡിയാണ്, കടലോ സമുദ്രമോ അങ്ങനെ എന്തെങ്കിലും ആണെന്നൊക്കെ തോന്നത്തില്ലേ, ആ രീതിയിൽ. അങ്ങനെ അതുപോലെ ഒരു ഗ്രീൻ കളർ കണ്ടാൽ അവിടെ ഒരു കാടാണ്, അല്ലെ കുറച്ച് അധികം മരങ്ങളുള്ള ഏരിയ ആണെന്നൊക്കെ മനസ്സിലാവും. അതുപോലെയുള്ള റെപ്രസെൻറ്റേഷനാണ് കാർട്ടോഗ്രാംസ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇസ് പൈ ചാർട്ട്സ് അല്ലെങ്കിൽ പൈ ഡയഗ്രംസ്. ഇതെന്ന് വെച്ചാൽ സർക്കിളിൻ്റെ രൂപത്തിൽ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ദീസ് ചാർട്ട്സ് ആർ സർക്കിൾസ് ഡ്രോൺ ടു റെപ്രസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇവിടെ ചെയ്യുന്നത് പെർസെൻറ്റേജിൻ്റെ രീതിയിൽ നമുക്ക് ആ ഫുൾ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. ഒരു ഫുൾ സർക്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? അകത്തുള്ള ഇന്നർ ആംഗിൾ 360 ഡിഗ്രിയാണ് അല്ലേ. ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിളിൻ്റെ ആണെങ്കിലോ നേരെ പകുതി 180 ഡിഗ്രിയാണ് വരുന്നത്. അതൊക്കെ പഠിച്ചു വെച്ചേക്കണേ. ഇപ്പോൾ ടോട്ടൽ ആംഗിൾ മെഷർമെൻറ്റ് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രീനെ 100% എന്ന രീതിയിൽ എടുക്കും. എന്നിട്ട് നമുക്ക് തന്നേക്കുന്ന ഡേറ്റയുടെ ഓരോ പാർട്ടിനെയും എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജിലോട്ട് എടുത്ത് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കും. എത്ര ഡിഗ്രി ആംഗിളാണ് ഒരു ഡേറ്റയ്ക്കുള്ളതെന്ന് കണ്ടുപിടിക്കും. ആ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാവേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ പൈ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ട്രാൻസ്പോർട്ട് ടു സ്കൂൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്ന രീതിയും എത്ര കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ടെന്നും. നടന്നു പോകുന്നവർ 10 പേര്, ബസ്സിൽ 12, ബൈസൈക്കിളിൽ പോകുന്നത് 18 പേര്, കാറിൽ പോകുന്നത് 8 പേര്. അപ്പോൾ ടോട്ടൽ 48 പേര്. അപ്പോൾ ആ രീതിയിലൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? ഇതിനെ നമുക്ക് ഡയഗ്രത്തിൻ്റെ രീതിയിലോട്ട് മാറ്റണം. സൊല്യൂഷൻ നോക്കാം. 3 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം ടേബിൾ വരയ്ക്കുക. ദെൻ ഡ്രോ എ സർക്കിൾ ഓഫ് എനി റേഡിയസ്. നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അത് ആ ടേബിളിൻ്റെ കുറച്ച് താഴെയായിട്ട് കൊടുത്താൽ മതി. ദെൻ ഓരോ ആംഗിളിൻ്റെയും ഓരോ സെക്ടേഴ്സിൻ്റെയും സെൻട്രൽ ആംഗിൾ കാണുക. അതായത് നടന്നു പോകുന്ന കുട്ടികൾ അതെത്ര ആംഗിളിൽ വരും നോക്കുക. ബസ്സിൻ്റെ നോക്കുക, ബൈസൈക്കിൾ നോക്കുക, കാറ് നോക്കുക. 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യം ട്രാൻസ്പോർട്ട് ടു സ്കൂൾ, രണ്ടാമത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നേക്കുന്ന ഡേറ്റ അതുപോലെ എഴുതി. 3ാമത്തെ കോളം സെൻട്രൽ ആംഗിൾ എത്രയാണ്. ആംഗിൾ കാണാൻ ചെയ്യേണ്ടത് ആദ്യം വോക്കാണെങ്കിൽ വോക്കിൻ്റെ നേരെ എത്ര കുട്ടികൾ? 10 പേര്. 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 48. അപ്പോൾ 10/48. നമ്മൾ പെർസെൻറ്റേജ് കാണാൻ സാധാരണ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 100 ചെയ്യും. ഇവിടെ പെർസെൻറ്റേജ് അല്ല, ആംഗിളാണ്. അപ്പോൾ ഇൻറ്റു ടോട്ടൽ എന്നാണ് ചെയ്യേണ്ടത്. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. മറ്റേത് ടോട്ടൽ പെർസെൻറ്റേജ് 100 ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി. അപ്പോൾ ചെയ്യേണ്ടത് 10 ഡിവൈഡഡ് ബൈ 48 ഇൻറ്റു 360. കാൽക്കുലേറ്ററിൽ നോക്കുക, 75 ഡിഗ്രിന്ന് കിട്ടും. അതുപോലെ ബസ്സിൽ പോകുന്ന 12 പേര്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ 12/48 ഇൻറ്റു 360, 90 ഡിഗ്രി. അതുപോലെ 18 ബൈ ടോട്ടൽ, അത് 18/48 ഇൻറ്റു 360 ഡിഗ്രി, അപ്പോൾ 135 ഡിഗ്രി. ദെൻ കാറിൽ വരുന്നത് 8 പേര്, അപ്പോൾ 8/48 ഇൻറ്റു 360, അതായത് 60 ഡിഗ്രി. അപ്പോൾ ഈ പറഞ്ഞ 4 ഡേറ്റയ്ക്കും 4 കളർ കൊടുക്കുക. ഒന്നെങ്കിൽ നേരത്തെയൊക്കെ ചെയ്ത പോലെ വലതുവശത്ത് മാറ്റി ഓരോ ഷെയ്ഡും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ട് വരച്ചാലും മതി.
ഇവർ പൈ ഡയഗ്രാം ചരിച്ചൊക്കെയാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് ഇങ്ങനെ വേണ്ട, നമ്മൾ ജസ്റ്റ് ഒരു സർക്കിൾ ഇഷ്ടമുള്ള ഒരു റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസ് യൂസ് ചെയ്ത് തന്നെ വരയ്ക്കണം കേട്ടോ. കാരണം സെൻറ്റർ പോയിന്റ് കിട്ടിയാലേ ആംഗിളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റർ പോയിന്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ ആദ്യം മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആദ്യം 75 ഡിഗ്രി ആണെങ്കിൽ ജസ്റ്റ് വട്ടത്തിലൊരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു റേഡിയസ് വരയ്ക്കുക. ആ റേഡിയസിൻ്റെ അവിടുന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് 75 ഡിഗ്രി എടുക്കുന്നു. ആ 75 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നടന്നു പോകുന്ന കുട്ടികളുടെ എണ്ണം. ഇനി ആ 75 ഡിഗ്രിയിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് ഒന്നേ ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. ആ 90 ഡിഗ്രിയുടെ നേരെ ബസ്സിൽ പോകുന്നവർ. ഇനി ആ 90 ഡിഗ്രിയുടെ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് മിച്ചമുള്ളത് എങ്ങോട്ടാണോ അങ്ങോട്ട് 135 ഡിഗ്രി എടുക്കണം. അപ്പോൾ അവിടെ കിട്ടുന്നതായിരിക്കും ബൈസൈക്കിളിൽ പോകുന്നവരുടെ എണ്ണം. ദെൻ അടുത്തത് കാറിൽ പോകുന്ന കുട്ടികൾ. അത് വരയ്ക്കണമെന്നില്ല, മിച്ചമുള്ള ആ പാർട്ട് കാറിൽ പോകുന്നവരായിരിക്കും. എന്നിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതാണ് പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം ഒക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ 7, 8 പണ്ട് പഠിക്കുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം. അതല്ലെങ്കിൽ യൂട്യൂബിൽ വല്ലതും ഒന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് യൂട്യൂബിൻ്റെ വല്ല ലിങ്കും ഇട്ട് തരാം. ക്ലാസ്സിലാകുമ്പോൾ എനിക്കത് നിങ്ങളെ കാണിച്ചു തന്ന് പഠിപ്പിച്ച് തരാമായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വേണേൽ വീഡിയോ എന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ബോർഡ് ഉണ്ടായിരുന്നേ വരച്ച് കാണിക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവിടെ ബോർഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരച്ച് കാണിച്ച് റെക്കോർഡ് ചെയ്യാൻ പാടാം. ഓക്കെ, അത്രയും പോരെ. ഗ്രാഫ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ പ്രോബ്ലംസൊക്കെ ബുക്കിലോട്ട് ചെയ്ത് വെക്കുക. ഇന്നിപ്പോൾ 9-ാം തീയതിയായി. അസൈൻമെൻറ്റ് 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. ഇന്ന് തന്നെ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ലിൻവൈസ് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലിൻവൈസിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തരാമായിരുന്നു. ഒന്നെങ്കിൽ ലിൻവൈസിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ തരാം, അതല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലോട്ട് ഞാൻ മാറ്റിത്തരാം കേട്ടോ. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഇന്ന് തന്നെ കൺഫേം ചെയ്ത് പറയാം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്ന്. ഡേറ്റ് 11-ാം തീയതിയാണ്, 2 ദിവസം കൂടെ ഉള്ളൂ. സോ ആ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇന്നത്തത് നോട്ട്സ്, തിയറി പോർഷൻസ് അധികം എഴുതാൻ നിൽക്കേണ്ട, പ്രോബ്ലംസ് മാത്രം ബുക്കിലോട്ട് ചെയ്താൽ മതി. ഹോംവർക്കൊന്നും ഞാനിപ്പോൾ തൽക്കാലം തന്നിട്ടില്ല. ഹോംവർക്ക് കുറച്ച് വർക്ക്സ് ആയിട്ട് തരാം. ഓക്കെ, വാട്സപ്പിൽ വല്ല ഹോംവർക്ക് ഇട്ട് വെച്ചേക്കാം. ഇപ്പം നോട്ട്സ് എഴുതുന്നതുകൊണ്ട് ഞാൻ ഇന്ന് അതുകൂടെ ചെയ്യാൻ പറയുന്നില്ല. ഇത്രയും വരച്ച് വരുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കും. പ്രോപ്പറായിട്ട് വരച്ച് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ഒരു കാര്യവും കൂടെ, നിങ്ങൾ നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് എല്ലാ പേജിൻ്റെയും വലതുവശം മുകളിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ. വെറുതെ സബ്മിറ്റ് ചെയ്യില്ല. 1-2 പേര് പഴയ നോട്ട്സ് തന്നെ വേറെ പിള്ളേരുടെ നോട്ട്സ് അതുപോലെ തന്നെ റീസബ്മിറ്റ് ചെയ്തത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവരെ പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് 1-2 പേരോട്. പിന്നെ ചിലരോട് പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കോർഡിനേറ്ററിനോടും ഇൻഫോം ചെയ്യും. ഇതുവരെ ഞാൻ ആരോടും കംപ്ലയിൻറ്റ് ചെയ്തില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. നിങ്ങളുടെ നോട്ട് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ നോട്ടിൻ്റെ എല്ലാ പേജിലും വലതുവശം മുകളിൽ നിങ്ങളുടെ പേരും ക്ലാസ്സും എഴുതിയേക്കുക. ഓക്കെ, ഇപ്പോൾ അഞ്ജു കൃഷ്ണ എസ് എന്നാണ് പേരെങ്കിൽ അഞ്ജു കൃഷ്ണ എസ്, 4th സെം CA ബാച്ച് അല്ലെങ്കിൽ 4th സെം CA B ബാച്ച്, ആ രീതിയിൽ എഴുതി വെച്ചിട്ട് വേണം നോട്ട് സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ കോപ്പി അടിച്ചായിട്ട് ഇനി കൺസിഡർ ചെയ്യുവേ. അപ്പോൾ താങ്ക് യു.